ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നുവല്ലോ അല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാമ്പഴക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴക്കറിയുടെ റെസിപ്പിയാണ്. ഏത് മാമ്പഴം വെച്ചിട്ടും നമുക്ക് ഈ മാമ്പഴക്കറി തയ്യാറാക്കാം. ഞാനിവിടെ വലിയൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ടാവും ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക്. മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയതൊന്ന് വേവിച്ചെടുക്കണം. മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. മാമ്പഴം ഒന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്കൊരല്പം തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. കടുക് താളിക്കുന്നതിന് വേണ്ടി കടുക്, വത്തലമുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഒരല്പം ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങ ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാമ്പഴ കഷ്ണങ്ങൾ നികന്ന് നിൽക്കുന്നതാണ്, നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ശർക്കര നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. മാമ്പഴം വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ശർക്കര കഷ്ണം ചേർത്ത് കൊടുക്കുന്നത്. മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അധികം സമയമൊന്നും വേണ്ടി വരത്തില്ല, പഴുത്ത മാങ്ങയായതുകൊണ്ട് കൂടെ. മാമ്പഴ കഷ്ണങ്ങൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലൊരു തവി വെച്ച് നമുക്ക് മാമ്പഴ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി മധുരം നോക്കിയിട്ട് ഇതിലേക്ക് ശർക്കരയുടെ കഷ്ണം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പീസാണ് എടുത്തു വെച്ചിരിക്കുന്നത്, ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വയ്ക്കാം. ആ ശർക്കര കഷ്ണം ഒന്ന് മെൽറ്റായി മധുരം ഒന്ന് ഇറങ്ങി വന്നോട്ടെ. ഒന്ന് മെൽറ്റായി കറിയിലേക്ക് ചേർന്ന് വരണം. നമുക്ക് വീണ്ടും അത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചതും 2 നുള്ള് കായപ്പൊടിയുമാണ്. ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. തേങ്ങയും പച്ചമുളകും മാത്രമാണ് ഇതിനകത്ത് അരച്ചിട്ടുള്ളൂ. നമ്മളിതിനകത്ത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഉള്ളിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇതൊരു തൊടുകറിയുടെ സ്റ്റൈലിലാണ് കേട്ടോ, നമ്മൾ ഒഴിച്ചുകറി എന്നുള്ള സ്റ്റൈലിലല്ല എടുക്കുന്നത്. തേങ്ങ അരച്ച് കൊടുത്തത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിന് വെള്ളം അധികം ഉണ്ടാവില്ല. വെള്ളം അധികമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് തിള വന്നോട്ടെ. വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്ത് തീയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ ഇതുപോലെ നുറുക്കി വെച്ചിരിക്കുന്ന വത്തലമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 2 വത്തലമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കുക. അധിക സമയം ഒന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വഴറ്റിയെടുക്കുക. തീ കുറച്ചതിന് ശേഷം അതിലേക്ക് 1 നുള്ള് ഉലുവാപ്പൊടിയും 1 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു കുറച്ച് സെക്കൻഡ്സ് മാത്രം വഴറ്റിയാൽ മതിയാകും. തീ ഓഫ് ചെയ്യാം. കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാമ്പഴക്കറി ഏകദേശം തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും കണ്ടുവല്ലോ, വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. തൈരൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസായി അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.